ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈദ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ്. അപ്പോൾ ഇക്ക പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കണേ. മിക്ക പെരുന്നാളും അവിടെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അതാ വീടെത്തിയത് നമ്മൾ ആദ്യം തന്നെ ചായ കുടിക്കുക. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ടായി. അപ്പോൾ അത് കഴിച്ചു കേട്ടോ. മക്കൾ വീട്ടിൽ നിന്ന് അപ്പം കഴിച്ചുകൊണ്ട് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു. അതിന് ശേഷം എന്താ അവിടെ അത്ത ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസിലൊക്കെയാണ് കേട്ടോ. സവോള അരിഞ്ഞിട്ടുണ്ട്, പൈനാപ്പിൾ, തക്കാളി, തൈര് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഇതാ മട്ടൻ ഉണ്ടായി, ചിക്കനും മട്ടനായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇതാ മട്ടൻ കഴുകി മൺകലത്തിലാണ് കേട്ടോ വെക്കണത്. മൺകലത്തിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ വേഗം പണി കഴിയെങ്കിലും ടേസ്റ്റ് കുറവായിരിക്കും. അങ്ങനെ അതൊക്കെ കഴുകി എടുത്തിട്ടുണ്ടായി. പിന്നെ കുറച്ചധികം മാങ്ങയുണ്ടായി. അപ്പോൾ അതെല്ലാവരും കൂടെ കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബിരിയാണിക്ക് അരി, ഈ ഒരു ജീരകശാല അരിയാണ് കേട്ടോ നമ്മളിവിടെയൊക്കെ വെക്കാറ്. മറ്റേ ബസ്മതി റൈസ് ഇവിടെ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് അത്ത ചോറ് വയ്ക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അത്ത അമ്മ എന്നാണ് വിളിക്കാറ്. മുസ്ലിംസ് തന്നെയാണ്, പക്ഷേ അങ്ങനെയാണ് കേട്ടോ വിളിക്കാറ്. അങ്ങനെ മുസ്ലിംസിൽ അങ്ങനെ വിളിക്കണവരുണ്ട്. അപ്പോൾ അതാ ബിരിയാണിക്ക് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ മട്ടനിൽ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടതും കറിവേപ്പിലയും ഇട്ട് മല്ലിപ്പൊടി മുളക് പൊടിയും ചൂടാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പൊടികളായിട്ട് ചേർത്തത് കുരുമുളകും ചെറിയ ജീരകവും കൂടെ പൊടിച്ചെടുത്തിട്ട് ആ പൊടിയും കൂടെ ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം കൂട്ടി തരുമാണ് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിക്കണം. അതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കണേ. അപ്പോൾ കുറേ ടൈം എടുക്കുമെങ്കിലും അടുപ്പിൽ വെച്ച് വെന്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ചോറിനുള്ള പണികളാണ് കേട്ടോ നോക്കണത്. അടുപ്പിൽ തന്നെയാണ് ചോറും വെക്കാറ്. അപ്പോൾ അധികം ഒക്കെ ആകുമ്പോൾ അടുപ്പിൽ വെക്കായിരിക്കും നല്ലത്. എന്നിട്ട് ചിരട്ട കത്തിച്ച് ദം ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ റെഡിയാക്കാറ്. അതിന് അരിയും കൂടി ഇട്ടിട്ട് അത് മൂടി വയ്ക്കും. മൂടി വെച്ചിട്ട് വെള്ളം നല്ല പോലെ തിളച്ചതിന് ശേഷം നമ്മൾ വെള്ളം വറ്റിയിട്ട് ഇറക്കി വയ്ക്കും കേട്ടോ. ഇറക്കി വെച്ചിട്ട് പിന്നെ ചിരട്ട കത്തിച്ച് ഇതുപോലെ ദമ്മിട്ട് വയ്ക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടെ ചോറ് ആക്കി എടുക്കാറ്. പെട്ടെന്ന് റെഡിയായി കിട്ടും. എന്നാൽ ഗ്യാസിൽ വെക്കണേക്കാളും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടുപ്പിൽ മട്ടൻ വെച്ചിട്ടുണ്ട്, ചോറ് ദമ്മിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തൈര് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചോറിൽ നമ്മൾ ദമ്മിടുമ്പോൾ ഇടാനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇതാ അമ്മായിയും മാമിയും മോളും എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിട്ടാ. പിന്നെ ഉച്ചയായിട്ട് ഇപ്പോൾ ഒരു സമയം ഒരു ഉച്ചയാവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ചോറ് ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് വേവായിരുന്നു കേട്ടോ. ഈ ഒരു വേവിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വെന്തുവും. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് തുറന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതായിക്കയും മോനും പുറത്ത് പോയേക്കായിരുന്നു. അപ്പോൾ അവരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോറ് കഴിക്കാൻ വാഴയില മുറിക്കുകയാണ്. അപ്പോൾ ചോറിന് പ്ലേറ്റിൽ നെയ്യും കാര്യങ്ങളൊക്കെ അധികം ഉണ്ടാവും ബിരിയാണി ഇറച്ചിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇല മുറിച്ചത്. അതാകുമ്പോൾ പിന്നെ പാത്രം കഴുകാനുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ആയി. അപ്പോൾ ആദ്യം തന്നെ മക്കൾക്ക് കണ്ടു കൊടുത്തത്. അവർ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി സമാധാനമായി. പിന്നെ നമുക്ക് സമാധാനമായിട്ടിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ ആ മക്കൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് നല്ലപോലെ കഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ടുണ്ടായി. മട്ടനും ചിക്കനും സർലാസ് അച്ചാറും പൈനാപ്പിൾ ഇത് കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഇതാ ഇവരും കൂടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇതായിരുന്നു കേട്ടോ പരിപാടി. അവർക്ക് ഓലമുണ്ട്, കണ്ണട, വാച്ച് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോഴേക്കും വൈകുന്നേരം ചായക്ക് സമയമായിട്ടുണ്ടായി. പിന്നെ ചക്ക വറുത്തതും ബിസ്ക്കറ്റൊക്കെ കൂട്ടി ചായ കഴിച്ചു. പിന്നെ നമ്മൾ പോണത് ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്കും ഒരു ബോറടിക്കുമല്ലോ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ വെറുതെ ബീച്ചിലോട്ട് പോകാമെന്ന് വെച്ചു. ഞങ്ങൾക്ക് അവിടെ നിന്ന് അടുത്താണ്, ഒരു അരമണിക്കൂറിൻ്റെ വഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ആ ബീച്ചിലോട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും സന്തോഷം മക്കൾക്കായിരുന്നു കേട്ടോ. അവർ ബീച്ച് എത്തിയതും പിന്നെ കൈവിട്ട് ഓടാൻ തുടങ്ങി. പിന്നെ എല്ലാവരും കൂടെ കളിച്ചു. പക്ഷെ ഇന്ന് എന്തോ തിര കൂടുതലായിരുന്നു അങ്ങനെ എന്താ പറയുക, പോലീസുകാർ ആരെയും അധികം ഇറക്കിയില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അറ്റത്താണ് നിന്നത്. കടലിലോട്ട് അധികം ഇറങ്ങാനായിട്ട് ആർക്കും പറ്റിയില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും കടലിൽ കുറേ നേരം നനഞ്ഞു. പക്ഷെ മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ അത്തയുടെ കയ്യിൽ തന്നെയായിരുന്നു കേട്ടോ. അവന് വെള്ളം കണ്ടപ്പോൾ എന്തോ പേടിയായി. അങ്ങനെ അവൻ അത്തയുടെ കയ്യിലിരുന്നു. ഞങ്ങളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിട്ടോ. അതിന് ശേഷം നമ്മൾ ഈവനിങ്ങിൽ സൺസെറ്റൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ പെരുന്നാൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.